ശ്രീ അതിശയ വിനായകർ മറ്റും ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ, ദക്ഷിണായനത്തിൽ കറുപ്പ് നിറമായും ഉത്തരായനത്തിൽ വെളുപ്പ് നിറമായും വരും. 6 മാസം കറുപ്പ്, 6 മാസം വെളുപ്പമാണ്. ഇപ്പോൾ വന്ന് വെള്ള നിറമാണ്. ഉത്തരായന കാലം വെള്ള നിറത്തിലാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് എൻ്റെ നാടായ തക്കലയിലെ കേരളപുരം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. എൻ്റെ നാടായ തക്കലയെ സംബന്ധിച്ച് കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. മണ്ടക്കാട് ക്ഷേത്രം, കുമാരകോവില്, മേലാങ്കോട്, കൽക്കുളം മഹാദേവ ക്ഷേത്രം, പിന്നെ മണിച്ചിത്രത്താഴ് ഫിലിമിന്റെ ലൊക്കേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ കാണാൻ ഉള്ള ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് എൻ്റെ നാടായ തക്കല. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് സമയം കിട്ടിയില്ല. അപ്പം മണ്ടക്കാട് ക്ഷേത്രത്തിൽ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് തക്കലയിലോട്ട് പോയപ്പോഴാണ് എനിക്ക് വീണ്ടും കേരളപുരം മഹാദേവ ക്ഷേത്രത്തിൽ പോയെന്ന് തൊഴാൻ സാധിച്ചത്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വിനായക പ്രതിഷ്ഠയുണ്ട്. അതിശയ വിനായകർ എന്നാണ് ആ പ്രതിഷ്ഠയെ പറയുന്നത്. ആ വിഗ്രഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷത്തില് 6 മാസം അത് വെള്ള നിറത്തിലും പിന്നെയുള്ള 6 മാസം അത് കറുത്ത നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, നേരിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ചു പറയുന്നത്. അങ്ങനെ വർഷത്തിൽ 2 പ്രാവശ്യം നിറം മാറുന്ന വിഗ്രഹമുള്ള അതിശയ വിനായകർ ഉള്ള ക്ഷേത്രമാണ് കേരളപുരം ശ്രീ മഹാദേവ ക്ഷേത്രം. അപ്പോൾ നമുക്ക് ഇന്ന് ആ മഹാദേവ ക്ഷേത്രത്തെ പറ്റി കൂടുതൽ അറിയാം. നമുക്ക് അപ്പോൾ ഇന്ന് കേരളപുരം മഹാദേവ ക്ഷേത്രത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം. അവിടുത്തെ കാഴ്ചകൾ കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് മനസ്സിലാക്കാം. കേരളപുരം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തക്കലയിലാണ്. കന്യാകുമാരി ജില്ലയിലെ തക്കലയിൽ. തക്കല ബസ് സ്റ്റാൻഡിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 55 കിലോമീറ്റർ ദൂരത്തിലായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത്. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. അതിമനോഹരമായ ക്ഷേത്രമാണ്. വളരെ മനോഹരമായ ശില്പങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഏകദേശം 700 വർഷങ്ങൾ ഈ ക്ഷേത്രത്തിന് പഴക്കമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. കൊല്ലവർഷം 362 ആണ്ടിൽ രചിക്കപ്പെട്ട ചോഴപുരം രേഖകളിൽ ഈ ക്ഷേത്രത്തിനെ പറ്റി പരാമർശമുണ്ട്. ഈ ക്ഷേത്രം മനോഹരമായ ഒരു ഗ്രാമത്തിൽ, കേരളപുരം എന്ന് പറഞ്ഞ മനോഹരമായ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ നാടായ തക്കലയിലാണ്. അപ്പോൾ തക്കലയിലോട്ട് നിങ്ങൾ വരിക. തക്കലയിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ടുണ്ട്. ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് തക്കലയെ പറ്റി ചെയ്തിട്ടുണ്ട്. മണ്ടക്കാട്, കുമാരകോവില്, മേലാങ്കോട് ക്ഷേത്രങ്ങൾ, പിന്നെ ചിതറാൽ ജൈന ക്ഷേത്രം ഇവിടെ അടുത്തായിട്ടാണ്. പിന്നെ തിരുവട്ടാർ ആദികേശവ ക്ഷേത്രം, പിന്നെ വേറെ എന്തൊക്കെയാണ്, പത്മനാഭപുരം പാലസ്, തൃപ്പരപ്പ് വെള്ളച്ചാട്ടം. അങ്ങനെ നമുക്ക് തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്ക് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് തക്കലയിൽ കാണുവാനായിട്ട്. അങ്ങനെയുള്ള തക്കലയിലുള്ള ഒരു വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളപുരം മഹാദേവ ക്ഷേത്രം. ചില ക്ഷേത്രങ്ങൾ അങ്ങനെയാണ്. ആ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹത്തിനെക്കാട്ടിയും പ്രശസ്തി അവിടുത്തെ ഉപദൈവത്തിനായിരിക്കും, ഉപദേവതയ്ക്കായിരിക്കും. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം എന്നാണ് നമ്മൾ പറയാറുള്ളത്, അല്ലേ? എന്നാൽ അവിടുത്തെ പ്രധാന വിഗ്രഹം പരമേശ്വരനാണ്. എന്നാൽ ഉപദേവതയായ ഗണേശന്റെ പേരിലാണ് ആ ക്ഷേത്രം പ്രശസ്തി ആർജിച്ചത്. അതുപോലെയാണ് ഈ കേരളപുരം ക്ഷേത്രവും. ഇവിടുത്തെ പ്രധാന വിഗ്രഹം മഹേശ്വരൻ്റേതാണ്, പ്രധാന പ്രതിഷ്ഠ പരമേശ്വരനാണ്. എന്നാൽ ഈ ക്ഷേത്രത്തിന് പ്രശസ്തി ആർജിച്ചത് ഇവിടുത്തെ അതിശയ വിനായകർ എന്ന ഗണപതി പ്രതിഷ്ഠയിലൂടെയാണ്. അപ്പോൾ എന്താണ് ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം. ആക്ച്വലി നമ്മൾ ഈ ക്ഷേത്രത്തിലോട്ട് പോകുമ്പോൾ ആദ്യം പരമേശ്വരനെ തൊഴുന്നതിന് മുൻപായിട്ട് ഗണപതിയെ പോയി തൊഴുത് അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ട് വേണം ശ്രീകോവിലിൽ പോയി പരമേശ്വരനെ തൊഴാനെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് സെപ്പറേറ്റ് ആയിട്ടൊരു ക്ഷേത്രം ഉണ്ടാക്കി അവിടെയാണ് ഈ അതിശയ വിനായകരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പണ്ട് തിരുവിതാംകൂറിൻ്റെ രാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് രാമേശ്വരത്ത് തീർത്ഥാടനത്തിന് പോയി. അന്ന് അദ്ദേഹം അവിടെ കടലിൽ കുളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിൽ എന്തോ വന്ന് തട്ടി. അദ്ദേഹം നോക്കിയപ്പോൾ അത് ഈ ഗണേശ വിഗ്രഹമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഗണേശ വിഗ്രഹത്തിനെ
രാമേശ്വരത്തെ രാജാവിന് നൽകി. എന്നാൽ അദ്ദേഹം അത് തിരിച്ച് കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്ക് തന്നെ നൽകിയിട്ട് അങ്ങാണ് ഈ വിഗ്രഹത്തെ കണ്ടുപിടിച്ചത്, അതുകൊണ്ട് ഈ വിഗ്രഹം അങ്ങയ്ക്ക് തന്നെയാണ് സ്വന്തം എന്ന് പറഞ്ഞ് തിരിച്ചു നൽകി. അങ്ങനെ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് രാമേശ്വരത്ത് നിന്നും തിരിച്ച് മടങ്ങുന്ന വഴി കേരളപുരം മഹാദേവ ക്ഷേത്രത്തിൽ ഈ വിഗ്രഹത്തെ സമർപ്പിച്ചു. ഈ വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വിഗ്രഹം ദക്ഷിണായനത്തിൽ, അതായത് ജൂൺ 21 തൊട്ട് ഡിസംബർ 21 വരെയുള്ള സമയത്ത് കറുപ്പ് നിറത്തിലും, ഉത്തരായനം അതായത് ഡിസംബർ 21 തൊട്ട് ജൂൺ 21 വരെയുള്ള സമയത്ത് വെള്ള നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മാർച്ച് 9 തീയതിയായിരുന്നു. ഈ വർഷം 2025 മാർച്ച് 9 ഞാൻ ഈ ക്ഷേത്രത്തിൽ പോയപ്പോൾ, അതായത് ഉത്തരായന സമയത്ത് ഞാൻ ഈ ക്ഷേത്രത്തിൽ പോയപ്പോൾ വിഗ്രഹം വെളുത്ത നിറത്തിലായിരുന്നു കാണപ്പെട്ടത്. ഈ വിഗ്രഹത്തിൻ്റെ കൂടെ തന്നെ വേറെ പല അത്ഭുതങ്ങളും ഈ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. ഈ വിഗ്രഹം ഇരിക്കുന്നത് ഒരു ആൽത്തറയിലായിട്ടാണ്. അപ്പോൾ ഈ വിഗ്രഹം വെളുത്ത നിറത്തിലായിരിക്കുമ്പോൾ പിറകിലുള്ള ആൽമരത്തിൻ്റെ ഇലകൾ ഇളം പച്ച നിറത്തിലാവുകയും വിഗ്രഹം കറുത്ത നിറത്തിലോട്ട് മാറുമ്പോൾ പിറകിലുള്ള ആൽമരത്തിൻ്റെ ഇലകൾ കടും പച്ച നിറത്തിലേക്ക് മാറുന്നുണ്ട് എന്ന് ദേശക്കാർ പറയാറുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിലെ കിണറിലുമുണ്ട്. ഗണപതി വിഗ്രഹം, അതായത് അതിശയ വിനായകർ കറുപ്പ് നിറമാവുമ്പോൾ ഈ ക്ഷേത്രത്തിലെ കിണറിൻ്റെ വെള്ളത്തിന് നിറവ്യത്യാസം പറ്റുന്നു, കുറച്ചും കൂടെ ഇരുണ്ട നിറമായി മാറുന്നുവെന്നും അതിശയ വിനായകർ വെള്ള നിറത്തിലോട്ടാവുമ്പോൾ ക്ഷേത്രത്തിലെ വെള്ളവും ഒരു തെളിച്ചം, ആ വെള്ളത്തിന് ഒരു തെളിച്ചം വരികയും അത് കുറച്ചും കൂടെ വെള്ള നിറത്തിലേക്കാവുന്നുവെന്നും ഈ ദേശക്കാർ പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു വിഗ്രഹമാണ് ഇവിടുത്തെ അതിശയ വിനായകർ. ഈ വിഗ്രഹത്തിനെ പറ്റി വേറൊരു കഥയും കൂടെ ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, രാവണൻ, ലങ്കാധിപതിയായ രാവണൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇത് എന്നും അത് പിന്നെ എത്രയോ യുഗങ്ങൾക്ക് ശേഷം രാമേശ്വരത്തെ തീരത്ത് അടിഞ്ഞതാണെന്നും അപ്പോഴാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിന് ഇത് ലഭിച്ചത് എന്നുമാണ് വേറൊരു കഥയുള്ളത്. നമുക്ക് ഇനി ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ബാക്കി ദൃശ്യങ്ങളെല്ലാം കാണാം. പ്രധാന പ്രതിഷ്ഠയായ മഹേശ്വരൻ ഇരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് മുന്നിലായിട്ട് തന്നെയുള്ള 2 ദ്വാരപാലകന്മാരുടെ ശില്പങ്ങളാണ്. അതിമനോഹരമായ ശില്പങ്ങളാണ്. കറുത്ത കല്ലിലാണ് അത് കൊത്തിയിരിക്കുന്നത്. വെറുതെ കൊത്തിവെച്ചതല്ല അത്. ഈ കല്ലിൽ കൊത്തിവെച്ച കവിത എന്നൊക്കെ പണ്ട് പാട്ടുകളിൽ നമ്മൾ കേട്ടിട്ടില്ലേ? അത്രയും മനോഹരമായ ശില്പങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ എല്ലാം ഒരു ഭംഗി കാണുമ്പോഴേ നമുക്ക് അത്ഭുതം തോന്നും. അന്നത്തെ കാലത്തെ കലാകാരന്മാർ എത്ര സൂക്ഷ്മതയോടെയാണ്, എത്ര ഭംഗിയായിട്ടാണ് ഓരോ ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന്. ഒട്ടനവധി മനോഹരമായ വിഗ്രഹങ്ങളും ശില്പങ്ങളും ഉണ്ട് ഈ ക്ഷേത്രത്തിൽ. നിങ്ങൾ ഇതുവരെ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വരണം. തിരുവനന്തപുരത്താണ് നിങ്ങൾ താമസിക്കുന്നത് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ക്ഷേത്രത്തിൽ വന്നിരിക്കണം, നിങ്ങൾക്ക് ഇതൊക്കെ താല്പര്യമുള്ള കാര്യങ്ങളാണെങ്കിൽ. പിന്നെ ഇവിടെ എന്താണ് പറയേണ്ടത്, നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്ക് ഒട്ടനവധി മനോഹരമായ ശില്പങ്ങളും കൊത്തുപണികളും ഇവിടെ കാണാൻ കഴിയും. ബ്രഹ്മാവിനെയും പിന്നെ ബാലി സുഗ്രീവനും തമ്മിലുള്ള യുദ്ധവും, പിന്നെ അർജുനൻ പാശുപതാസ്ത്രം ലഭിക്കുവാനായി തപസ് ചെയ്യുന്നതും, അങ്ങനെ ഒട്ടനവധി ശില്പങ്ങളല്ല കൊത്തുപണികൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ക്ഷേത്രങ്ങളിൽ സാധാരണയായിട്ട് കാണാറുള്ള വ്യാളി രൂപം ആണ് നമ്മൾ കാണുന്നത്. നമുക്ക് അപ്പോൾ ആ കറുത്ത ദ്വാരപാലകന്മാരെ കൂടുതൽ അടുത്ത് നിന്ന് കുറച്ചുകൂടെ ക്ലോസപ്പിൽ കാണാം. ആ വിഗ്രഹങ്ങളുടെ ഭംഗി നമുക്ക് മനസ്സിലാക്കാം. എനിക്കത് നേരിട്ട് കണ്ടപ്പോൾ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ആ വീഡിയോസ് എടുക്കേണ്ടതാണത്. അത് ശ്രദ്ധിക്കാതെ നമുക്ക് ഈ ക്ഷേത്രത്തിലോട്ട് കടക്കാൻ പറ്റൂല. അത്രയ്ക്ക് ഭംഗിയാണ് മനോഹരമായ ദ്വാരപാലകന്മാർക്ക്.
എത്ര മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് ആ ശില്പങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. കാലിലെ ഒരു എല്ല് പോലും കൃത്യമായിട്ട് അവർ മുട്ടിന് താഴോട്ടുള്ള ഒരു എല്ലും എല്ലാം അവർ കൃത്യമായിട്ട് അതിൽ കൊത്തുപണി ചെയ്തു വച്ചിട്ടുണ്ട്. തൂണുകളെല്ലാം വളരെ മനോഹരമായ കൊത്തുപണികളാണ് അതിലുള്ളത്. പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, മൊത്തം ഇരുണ്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലോട്ട് വരുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ദുർഗന്ധം ഉണ്ടായിരുന്നു. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ മൊത്തം വവ്വാലുകളായിരുന്നു. അപ്പോൾ വവ്വാലുകളുടെ കാഷ്ടമെല്ലാം കാരണം നമ്മൾ ക്ഷേത്രത്തിലോട്ട് കയറുമ്പോൾ തന്നെ ഇത്തിരി ഒരു ദുർഗന്ധം ഉണ്ടാവുമായിരുന്നു. ആ ദുർഗന്ധം സഹിച്ച് വേണം നമ്മൾ അകത്ത് പോയി പരമേശ്വരനെ തൊഴുത് തിരിച്ചു വരാൻ. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ വളരെ വൃത്തിയായിട്ടാണ് ഈ ക്ഷേത്രം വെച്ചേക്കുന്നത്. വവ്വാലുകളൊന്നുമില്ല, നല്ല ലൈറ്റെല്ലാം ഇട്ട് നല്ല വൃത്തിയായിട്ട് റൗണ്ട് ഷേപ്പിലാണ്, വൃത്താകൃതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലുള്ളത്. ശ്രീകോവിലിൻ്റെ അകത്ത് നമ്മൾ കൂടുതൽ വീഡിയോസ് അങ്ങനെ എടുക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ശ്രീകോവിലിൻ്റെ അകത്ത് നിന്ന് എടുത്തില്ല. എന്നാലും നിങ്ങൾക്ക് റഫായിട്ടൊരു ഐഡിയ കിട്ടുവാൻ വേണ്ടി ഞാൻ പരമേശ്വരനെ തൊഴുത് ശ്രീകോവിലിനെ വലം വയ്ക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ അകത്തു നിന്നുള്ള കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഒരു പഴമ, എത്രത്തോളം പഴക്കം ചെന്ന ക്ഷേത്രമാണെന്ന് മനസ്സിലാവുമായിരിക്കും. ഒരു 700-800 വർഷം എന്തായാലും പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്ന ക്ഷേത്രമാണിത്. വളരെ വലിയ ഒരു കോമ്പൗണ്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്ന് പരമേശ്വരനെ തൊഴുത് അതിശയ വിനായകരെ തൊഴുത് അതിൻ്റെ സൈഡിലൂടെയുള്ള കുഞ്ഞിടവഴിയിലൂടെ ഞാൻ നടക്കുകയാണ്. ജസ്റ്റ് ഈ ദൃശ്യങ്ങളെല്ലാം ഒന്ന് പകർത്താൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ നടന്നത്. ഓരോ തൂണിലും ദീപമേന്തിയ വനിതകളുടെ ശില്പങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു കാലത്ത് വളരെ പ്രൗഢിയിലിരുന്ന ക്ഷേത്രമാണെന്നും എന്നാൽ ഇപ്പോൾ അല്പം പ്രൗഢി കുറഞ്ഞു പോയതുപോലെയും നമുക്ക് ചിലപ്പോൾ തോന്നും ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ. കാരണം നമ്മൾ വിസ്മരിക്കപ്പെടുന്ന പല ക്ഷേത്രങ്ങളുടെയും കൂട്ടത്തിലുള്ള ഒരു ക്ഷേത്രമാണിത്. വളരെയധികം ആൾക്കാർ വരേണ്ട ഒരു ക്ഷേത്രമാണ്, അതിനുള്ള അർഹതയുള്ള ക്ഷേത്രമാണ്. എന്നാൽ എന്തുകൊണ്ടോ അല്പം വിസ്മൃതിയിലോട്ട് വീണ് പോയിക്കൊണ്ടിരിക്കുന്നൊരു ക്ഷേത്രം കൂടെയാണിത്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നത്. കാരണം നമ്മൾ ഇങ്ങനത്തെ ക്ഷേത്രങ്ങളെല്ലാം കണ്ടെത്തണം. ഇതെല്ലാം പറയുന്നത് നമ്മളുടെ സംസ്കാരത്തെയും നമ്മളുടെ പൈതൃകത്തെയും എല്ലാം. ഒരു കാലത്ത് വളരെ ഉന്നതമായ രീതിയിൽ ഇരുന്ന ക്ഷേത്രങ്ങളെല്ലാം ഇപ്പോൾ അധികം ശ്രദ്ധ കിട്ടാതെ പിറകിലോട്ട് പോകുന്നുണ്ട്. ചില ക്ഷേത്രങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ വരുമാനം ആ ക്ഷേത്രങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ വേറെ ചില ക്ഷേത്രങ്ങളുണ്ട്, അവിടെ ആൾക്കാർ പോകാത്തത് കൊണ്ട് അവിടുത്തെ വരുമാനം കുറഞ്ഞു പോകുന്ന ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ പോലും ഡൗട്ട് തോന്നുന്ന രീതിയിൽ വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങൾ. അങ്ങനത്തെ ക്ഷേത്രത്തിനെ പറ്റി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരു രാമസ്വാമി ക്ഷേത്രമുണ്ട് തക്കലയിൽ, പിന്നെ കൽക്കുളം മഹാദേവ ക്ഷേത്രം, അങ്ങനത്തെ ക്ഷേത്രങ്ങളെല്ലാം, പിന്നെ ആനശാസ്താംകോവിൽ, അങ്ങനത്തെ ചില ക്ഷേത്രങ്ങളുണ്ട്. പാർത്ഥിവപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം, ഇങ്ങനത്തെ മനോഹരമായ ക്ഷേത്രങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ അധികം ആൾക്കാർ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വരുമാനം കുറഞ്ഞ അവസ്ഥയാണ് ആ ക്ഷേത്രങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ തക്കലയിലോട്ട് വരികയാണെങ്കിൽ ക്ഷേത്രങ്ങളിലോട്ടെല്ലാം വരിക. നമ്മൾ മനസ്സിലാക്കണം നമുക്ക് നാട്ടിൽ ഇത്രയും നല്ല ക്ഷേത്രങ്ങളുണ്ട് എന്നല്ല. അപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ ചുറ്റി തൊഴുമ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മൊത്തം ശില്പങ്ങളാണ്. ഓരോ ശില്പവും നമുക്ക് കണ്ട് ആസ്വദിച്ച് നടക്കാൻ പറ്റുന്ന അത്രയും ഭംഗിയുള്ള ശില്പങ്ങളാണ് ഇവിടെ ഉള്ളത്. മനോഹരമായ ഒരു പുരാതനമായ മനോഹരമായ ഒരു ക്ഷേത്രക്കിണർ നമുക്കിവിടെ കാണാം. നല്ല കാലാവസ്ഥയാണ് ഇവിടെ. ചൂടുണ്ടായിരിക്കും, പക്ഷേ ഈ ക്ഷേത്രത്തിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് ഒരു കുളിർമ തോന്നും. മരങ്ങളുടെയും എല്ലാം ഒരു തണലും, വളരെ നല്ല അന്തരീക്ഷമാണ്. മനസ്സിന് വളരെയധികം ശാന്തി തരുന്ന ഒരു ക്ഷേത്രം. നമുക്ക് ആ ക്ഷേത്രത്തിലോട്ട് പോകുമ്പോൾ വളരെ ഒരു പോസിറ്റീവ് എനർജി തോന്നും. അനാവശ്യമായിട്ടുള്ളൊരു ശബ്ദ കോലാഹലമില്ല. അങ്ങനത്തെ മനോഹരമായ ശബ്ദങ്ങൾ, ശാന്തമായ ഒരു സ്ഥലം, ശാന്തമായ ഒരു ക്ഷേത്രം, സുന്ദരമായ ക്ഷേത്രം, പുരാതനമായ ക്ഷേത്രം, കേരളപുരം അതിശയ വിനായകർ മഹാദേവർ ക്ഷേത്രം. കേരളപുരം ശ്രീ അതിശയ വിനായകർ മറ്റും ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ, ഇത് ഇവിടുത്തെ ഗണപതി കാന്തക്കല്ലിൽ ഉള്ളതാണ്. അത് രാമേശ്വരത്ത് ഉള്ള രാജാവിൻ്റെ കാലിൽ തൊട്ടുകയും അദ്ദേഹം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തതാണ്.
വീര മാർത്താണ്ഡവർമ്മ എന്ന രാജാവാണ് ഈ ക്ഷേത്രം പണി ചെയ്തതായിട്ടും അത് കൊല്ലവർഷം 491 ഈ ക്ഷേത്രം പണിതായിട്ടുള്ള രേഖകൾ കാണുന്നു. അതായത് KP 1317 വരും. ദക്ഷിണായനത്തിൽ കറുപ്പ് നിറമായും ഉത്തരായനത്തിൽ വെളുപ്പ് നിറമായും വരും. 6 മാസം കറുപ്പ്, 6 മാസം വെളുപ്പമാണ്. ഇപ്പോൾ വന്ന് വെള്ള നിറമാണ്. ഉത്തരായന കാലം വെള്ള നിറത്തിലാണ്. ഇവിടുത്തെ ഉത്സവം കുംഭമാസത്തെ മകൻ നക്ഷത്രത്തിലാണ് ഇവിടുത്തെ ആറാട്ട്. ക്ഷേത്രത്തിൻ്റെ ആറാട്ട് കുംഭമാസത്തിൽ മകൻ നക്ഷത്രം. ആ മകൻ നക്ഷത്രം 10-ാം ദിവസം വരുന്ന മകൻ നക്ഷത്രത്തിന് കണക്കാക്കി അശ്വതി നക്ഷത്രത്തിൽ കൊടിയേറും. 10 ദിവസം ഉത്സവം നടത്തും. കുംഭമാസത്തിൽ രഥോത്സവം ഉണ്ടായിരിക്കും. ബാക്കി 10 ദിവസങ്ങൾ വിവിധ പരിപാടികളും കോവിലുള്ള പൂജാകാര്യങ്ങളും വളരെ വിശദമായിട്ട് നടത്താറുണ്ട്. ഉത്സവബലി, ശ്രീകുലബലി, മറ്റു പൂജാകാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഈ വർഷത്തെ ഉത്സവം ഇന്ന് 7ാം ഉത്സവമാണ്. ബുധനാഴ്ചയുടെ അന്ന്, ചൊവ്വാഴ്ചയുടെ അന്ന് ആറാട്ട്. അപ്പോൾ കേരളപുരം മഹാദേവ ക്ഷേത്രം കണ്ട് തൊഴുത് ഞാൻ തിരിച്ച് മടങ്ങുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തക്കലയിലോട്ട് പോവുകയാണെങ്കിൽ ഈ ക്ഷേത്രം സന്ദർശിക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുവാൻ ശ്രമിക്കുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. നന്ദി.